ജ്യോതിഷപ്രകാരം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രനുമായി ബന്ധപ്പെട്ട രത്നക്കല്ലുകളാണ് പൊതുവെ നിർദ്ദേശിക്കപ്പെടുന്നത്. വജ്രമാണ് ഭരണി നക്ഷത്രത്തിന്റെ പ്രധാന ജന്മനക്ഷത്ര കല്ലായി കണക്കാക്കപ്പെടുന്നത്. വജ്രം ധരിക്കുന്നത് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗന്ദര്യവും പ്രണയവും സന്തോഷവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. ഇതുകൂടാതെ വജ്രത്തിന്റെ ഉപരത്നങ്ങളായ വൈറ്റ് സഫയർ, സിർക്കോൺ, ഓപ്പൽ എന്നിവയും ഭരണി നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്നതാണ്. ഇവയെല്ലാം ശുക്രന്റെ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന രത്നങ്ങളാണ്. വജ്രം ധരിക്കുന്നതിലൂടെ ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ നോക്കുമ്പോൾ വജ്രം ശുക്രഗ്രഹത്തിന്റെ രത്നമാണ്. ശുക്രൻ സ്നേഹം, സൗന്ദര്യം, ആഡംബരം, കല, സംഗീതം, സൗന്ദര്യശാസ്ത്രം, സന്തോഷം എന്നിവയുടെ കാരകനാണ്. വജ്രം ധരിക്കുന്നത് വ്യക്തിയുടെ സൗന്ദര്യവും ആകർഷണീയതയും വർദ്ധിപ്പിക്കുന്നു. ഇത് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുന്നു. പൊതുവെ വജ്രം നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. വജ്രം ധരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു. ആഡംബര ജീവിതം നയിക്കാനും സാമൂഹിക നില മെച്ചപ്പെടുത്താനും ഇത് സഹായിച്ചേക്കാം. ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും. ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും ഐക്യവും സ്നേഹവും വർദ്ധിപ്പിക്കാൻ വജ്രം സഹായിക്കുന്നു. കലാപരമായ കഴിവുകളെയും സർഗാത്മകതയെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും വജ്രം ധരിക്കുന്നത് ഗുണകരമാണ്. നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും വജ്രം സംരക്ഷണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഉയർച്ച നേടാൻ വജ്രം സഹായിക്കുന്നു. ഇത് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും പ്രചോദനം നൽകുന്നു. ശുക്രന്റെ സ്വാധീനം കാരണം വജ്രം ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വജ്രം ധരിക്കുന്നത് ഇത് കുറയ്ക്കാൻ സഹായിക്കും. വജ്രം ധരിക്കുന്നത് ഭരണി നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുന്നു. ഇത് സാമൂഹിക ഇടപെടലുകളിൽ കൂടുതൽ വിജയവും അംഗീകാരവും നേടാൻ സഹായിക്കുന്നു. പുതിയ സുഹൃത്തുക്കളെയും സമ്പർക്കങ്ങളെയും ആകർഷിക്കുന്നു. ശുക്രൻ പ്രത്യുൽപാദന വ്യവസ്ഥയെയും വൃക്കകളെയും നിയന്ത്രിക്കുന്നു. വജ്രം ധരിക്കുന്നത് ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. പൊതുവെ വജ്രം ധരിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും മാനസിക സമാധാനവും കൊണ്ടുവരുന്നു. ഭരണി നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അമിതമായ ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കുറയ്ക്കാൻ വജ്രം സഹായിക്കും. സംഗീതം, നൃത്തം, ഫാഷൻ, ഡിസൈൻ തുടങ്ങിയ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് വജ്രം വലിയ നേട്ടങ്ങൾ നൽകും. ഇത് അവരുടെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്നു. വജ്രം ധരിക്കുന്നതിന് മുൻപ് ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജനന ചാർട്ട് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ശുക്രൻ അനുകൂല സ്ഥാനത്തല്ലെങ്കിൽ വജ്രം ധരിക്കുന്നത് വിപരീത ഫലങ്ങൾ നൽകിയേക്കാം. ഏറ്റവും മികച്ച ഫലങ്ങൾക്കായി നല്ല ഗുണമേന്മയുള്ളതും കളങ്കമില്ലാത്തതുമായ വജ്രം ധരിക്കാൻ ശ്രമിക്കുക. വജ്രം സാധാരണയായി സ്വർണത്തിലോ വെള്ളിയിലോ പ്ലാറ്റിനത്തിലോ മോതിരമായോ പെൻഡന്റായോ ധരിക്കാം. മോതിരം വലത് കൈയിലെ നടുവിരലിലോ മോതിര വിരലിലോ ധരിക്കുന്നതാണ് ഉത്തമം. വെള്ളിയാഴ്ചയാണ് ശുക്രനുമായി ബന്ധപ്പെട്ട ദിവസം. അതുകൊണ്ട് വെള്ളിയാഴ്ച ശുക്ലപക്ഷത്തിൽ ശുക്രഹോരയിൽ വജ്രം ധരിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. ധരിക്കുന്നതിന് മുമ്പ് വജ്രം പാലിലും ഗംഗാജലത്തിലും മുക്കി ശുദ്ധീകരിക്കുക. ശുക്രന്റെ മന്ത്രങ്ങൾ ജപിച്ച് ധരിക്കുന്നത് നല്ലതാണ്. വജ്രം വളരെ വില കൂടിയ രത്നമാണ്. അത് ധരിക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ ജാതകപ്രകാരം വജ്രം ധരിക്കുന്നത് അത്ര നല്ലതല്ലാത്തവർക്ക് ശുക്രനുമായി ബന്ധപ്പെട്ട് മറ്റ് പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. വെള്ള സഫയർ, ഓപ്പൽ, സിർക്കോൺ എന്നിവ വജ്രത്തിന്റെ ഉപരത്നങ്ങളാണ്. ഇവയും ശുക്രന്റെ നല്ല ഫലങ്ങൾ നൽകും. വജ്രം ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥമാണ്. മാത്രമല്ല ഇത് ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളിൽ ഒന്നുകൂടിയാണ്. കാർബൺ ആറ്റങ്ങൾ പ്രത്യേക രീതിയിൽ ബന്ധിച്ച് ക്രിസ്റ്റൽ രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് വജ്രം. അതിന്റെ സവിശേഷമായ തിളക്കവും കടുപ്പവും സൗന്ദര്യവുമാണ് അതിനെ ഇത്രയും ആകർഷകമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 150-200 കിലോമീറ്റർ താഴെ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലുമാണ് വജ്രം രൂപപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കാർബൺ ആറ്റങ്ങൾ പരസ്പരം ശക്തമായ കോവലൻ ബോണ്ടുകൾ വഴി ബന്ധിച്ച് വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടന രൂപപ്പെടുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ലാംബ്രോയിഡ് ട്യൂബുകൾ വഴി ഇത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നു. ശുക്രന്റെ മൂലമന്ത്രം എല്ലാ വെള്ളിയാഴ്ചയും 108 തവണ ജപിക്കുന്നത് ശുക്രന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ശുക്രന് വേണ്ടി പ്രത്യേക പൂജകളും ഹോമങ്ങളും നടത്തുന്നത് നല്ലതാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്രതമനുഷ്ഠിക്കുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. ഈ ദിവസം വെള്ള വസ്ത്രം ധരിക്കുന്നതും നല്ലതാണ്. പാവപ്പെട്ടവർക്ക് വെള്ള അരി, പാൽ, തൈര്, വെളുത്ത വസ്ത്രങ്ങൾ, പഞ്ചസാര, നെയ്യ് എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും. വീട്ടിൽ ശുക്രനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ പ്രതിമകളോ വെക്കുന്നത് നല്ലതാണ്. സ്ത്രീകളോട് ബഹുമാനത്തോടെ പെരുമാറുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്താനുള്ള പ്രധാന മാർഗമാണ്. അമ്മയെയും ഭാര്യയെയും സഹോദരിയെയും ബഹുമാനിക്കുക. വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വെളുത്ത പൂക്കൾ വീടിന്റെ പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുക. വെളുത്ത വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവയും ശുക്രന്റെ സ്വാധീനം വർദ്ധിപ്പിക്കും.
ഭരണി നക്ഷത്രം ശുക്രന്റെ നക്ഷത്രമാണ്. അതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രന്റെ ഗുണങ്ങൾ ധാരാളമായി കാണാം. ഭരണി നക്ഷത്രക്കാർ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ സാധിക്കും. കല, സംഗീതം, നൃത്തം, ഫാഷൻ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ യമനാണ്. അതിനാൽ ഇവർക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ ഇവർക്ക് കഴിയും. ഇവർക്ക് സത്യസന്ധമായ നിലപാടുകൾ ഉണ്ടാകും. ചിലപ്പോൾ ഇത് മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ കാരണമായേക്കും. ജീവിതത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. ആഡംബര ജീവിതത്തോട് ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും. കുടുംബത്തോട് വളരെ സ്നേഹവും അടുപ്പവും കാണിക്കുന്നവരായിരിക്കും ഇവർ. ചിലപ്പോൾ അമിതമായി പിടിവാശി, പെട്ടെന്നുള്ള ദേഷ്യം, അസൂയ എന്നിവയും കണ്ടേക്കാം. ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആഡംബരം കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓരോ നക്ഷത്രത്തെയും 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ജനിക്കുന്ന പാദമനുസരിച്ച് സ്വഭാവത്തിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ വരാം. ഭരണി 1-ാം പാദം നോക്കുമ്പോൾ സൂര്യന്റെ സ്വാധീനം ഈ പാദത്തിൽ ശക്തമാണ്. ഇവർക്ക് ശക്തമായ ഇച്ഛാശക്തിയും നേതൃഗുണങ്ങളും ആത്മാഭിമാനവും ഉണ്ടാവും. സർഗാത്മകതയും പ്രശസ്തി നേടാനുള്ള ആഗ്രഹവും ഇവരിൽ മുന്നിട്ട് നിൽക്കും. അല്പം അഹങ്കാരവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭരണി 2-ാം പാദം ബുധന്റെ സ്വാധീനം ഇവിടെ കാണാം. ഇവർ കഠിനാധ്വാനികളും കാര്യങ്ങൾ വിശകലനം ചെയ്ത് ചിട്ടപ്പെടുത്തുന്നതിൽ മിടുക്കരുമായിരിക്കും. സേവന മനോഭാവവും പ്രായോഗിക ബുദ്ധിയും ഇവരുടെ പ്രത്യേകതയാണ്. വിമർശനാത്മകമായ സ്വഭാവം ഉണ്ടാകാം. ഭരണി 3-ാം പാദം ശുക്രന്റെ സ്വാധീനം ഏറ്റവും ശക്തമായ പാദമാണിത്. ബന്ധങ്ങൾക്കും സൗന്ദര്യത്തിനും കലകൾക്കും ഇവർ വലിയ പ്രാധാന്യം നൽകും. വളരെ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. എന്നാൽ സുഖഭോഗങ്ങളിൽ അമിതമായി മുഴുകാനും തീരുമാനങ്ങൾ എടുക്കാൻ വൈകാനും സാധ്യതയുണ്ട്. ഭരണി 4-ാം പാദം ചൊവ്വയുടെ സ്വാധീനമുള്ള ഈ പാദം ഏറ്റവും തീവ്രവും ശക്തവുമാണ്. ഇവർക്ക് അസാമാന്യ ഊർജ്ജവും രഹസ്യ സ്വഭാവവും ഉണ്ടാകും. ഇവരുടെ ഇച്ഛാശക്തി വളരെ വലുതായിരിക്കും. ഉള്ളിലെ ഊർജ്ജത്തെ ശരിയായ വഴിക്ക് തിരിച്ചുവിട്ടില്ലെങ്കിൽ അത് വിനാശകരമായേക്കാം. നിഗൂഢമായ കാര്യങ്ങൾ പഠിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ടെങ്കിലും തല, കണ്ണ്, തലച്ചോറ് എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. പനി, തലവേദന, കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ സാധാരണയായി കണ്ടുവരുന്നു. സ്ത്രീകളിൽ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ഭക്ഷണത്തിലും പാനീയങ്ങളിലും മിതത്വം പാലിക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. പൊതുവെ ഇടവം രാശിക്കാർക്കും തുലാം രാശിക്കാർക്കും വജ്രം ധരിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ശുക്രന്റെ ദശാകാലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വജ്രം ധരിക്കുന്നത് നല്ലതാണ്. ശുക്രൻ ജാതകത്തിൽ ദുർബലനോ നീചനോ 6-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ 12-ാം ഭാവത്തിലോ നിൽക്കുകയാണെങ്കിൽ വജ്രം ധരിക്കുന്നത് ദോഷകരമായേക്കാം. അതുകൊണ്ട് ജ്യോതിഷിയുടെ നിർദ്ദേശം തേടേണ്ടതാണ്. ആയുർവേദത്തിലും വജ്രത്തിന് ഔഷധ ഗുണങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. ചില ഔഷധ കൂട്ടുകളിൽ വജ്രത്തിന്റെ ഭസ്മം ഉപയോഗിക്കാറുണ്ട്. വജ്രം ഒരു അമൂല്യമായ രത്നം മാത്രമല്ല, ഭൗതിക ശാസ്ത്രപരമായും ജ്യോതിഷപരമായും വലിയ പ്രാധാന്യമുള്ള ഒരു വസ്തു കൂടിയാണ്. അതിന്റെ സൗന്ദര്യവും ഈടുനിൽപ്പും നൂറ്റാണ്ടുകളായി മനുഷ്യനെ ആകർഷിക്കുന്നു. ഭരണി നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രങ്ങൾ, ദുർഗാക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ ദർശനം നടത്തുക. ചൊവ്വാദോഷമുള്ളവർക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. ദേവി കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, ഗുരുതി എന്നിവ നടത്താവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ഭസ്മാഭിഷേകം എന്നിവയും നല്ലതാണ്. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. ഇത് മംഗല്യ തടസ്സം, കടബാധ്യത തുടങ്ങിയ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഭദ്രകാളി മന്ത്രങ്ങൾ, ദുർഗാ മന്ത്രങ്ങൾ, സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ എന്നിവ ജപിക്കുന്നത് നല്ലതാണ്. പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകുന്നത് പുണ്യകരമാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ്. വീടിന്റെ കിഴക്ക് ദിശയിൽ ദീപം കൊളുത്തുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഗ്രഹദോഷങ്ങൾ നീക്കാനായി പ്രാർത്ഥിക്കുക. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് നല്ലൊരു ജ്യോതിഷിയുമായി ആലോചിച്ച് ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. ഈ പൊതുവായ വിവരങ്ങളെല്ലാം ജ്യോതിഷപരമായ കാര്യങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയം, സ്ഥലം, തീയതി എന്നിവ അനുസരിച്ച് ജാതകത്തിൽ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് ഒരു യോഗ്യനായ ജ്യോതിഷിയെ സമീപിച്ച് വ്യക്തിഗതമായ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളുടെ ജാതകവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഒരു ജ്യോതിഷിയുടെ സഹായം തേടുന്നത് നന്നായിരിക്കും.